അതെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കായുള്ള പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. ഉപഭോക്താക്കൾക്ക് പരിപൂർണ സുരക്ഷ ഉറപ്പാക്കുന്നതാണ് ഐഫോൺ. എന്നാൽ ഈ സുരക്ഷയെ മറികടന്നാണ് സൈബർ കുറ്റവാളികൾ എത്തിയിരിക്കുന്നതെന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഐഫോൺ ഉപഭോക്താക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിളിന്റെ മെസ്സേജസ്. ഇത് സുരക്ഷിതമാണെന്നാണ് കമ്പനിയുടെ വാദം. എന്നാൽ ഈ വാദങ്ങളെ പൊളിച്ചെഴുതുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെസ്സേജുകളിലേക്ക് നുഴഞ്ഞു കയറാൻ ഹാക്കർമാർ പുതിയ കുറുക്കുവഴി കണ്ടെത്തിയതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം പറയുന്നത്. പ്രൊട്ടക്ഷൻ ടൂളുകളെ പ്രവർത്തനരഹിതമാക്കാൻ കാരണമാകും. ഇതോടെ സൈബർ കുറ്റവാളികൾക്ക് വിവിധ ലിങ്കുകൾ ഉൾപ്പെടെയുള്ളവ ഉപഭോക്താവിന് അയക്കാനും ഡേറ്റ ചോർത്തുന്നതിനും കാരണമാകുന്നു എന്നാണ് ഡെവലപ്പർമാരും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. ഏറെക്കാലമായി ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ നേരിടുന്ന പ്രതിസന്ധികളിലൊന്നായിരുന്നു ഇത്. ഇപ്പോൾ ഐഫോൺ ഉപഭോക്താക്കളും ഭയപ്പെടുന്നതെന്നാണ് സാരം. അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ബ്ലീപ്പിംഗ് കമ്പ്യൂട്ടർ എന്ന വെബ്സൈറ്റാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത്. സുഹൃത്തോ ബന്ധുക്കളോ ആണെന്ന വ്യാജേന മെസ്സേജ് അയച്ച് ഉപഭോക്താവിനെ കബളിപ്പിച്ച ശേഷം ലിങ്ക് കൈമാറുന്നതാണ് കുറ്റകൃത്യത്തിന്റെ രീതി. ഈ ലിങ്ക് തുറക്കുന്നതോടെ iOS സോഫ്റ്റ്വെയറിലെ ഫിഷിംഗ് പ്രൊട്ടക്ഷൻ ടൂൾ ഓഫ് ചെയ്യപ്പെടും. ഇതുവഴി മെസ്സേജിലേക്ക് സൈബർ കുറ്റവാളികൾക്ക് അപകടകാരികളായ ലിങ്കുകൾ അയക്കാനും അതുവഴി ഉപഭോക്താവിന്റെ ഡേറ്റ കൈവശപ്പെടുത്താനും സാധിക്കും. ലിങ്ക് തുറന്നാലേ പ്രശ്നമുള്ളൂ, തുറക്കാതിരിക്കാമല്ലോ അല്ലേ? അല്ല, ലിങ്ക് തുറക്കുന്നത് മാത്രമല്ല ഇവിടെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് സന്ദേശം അയക്കുന്ന തിരിച്ച് മറുപടി കൊടുക്കുന്നത് നിങ്ങൾക്ക് വിനയാകും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് നമുക്ക് നോക്കാം. പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ പരമാവധി തുറന്നു നോക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് അതിലൊന്ന്. പരിചയമില്ലാത്ത വർക്ക് മെസ്സേജ് അയക്കുന്നതും ഒഴിവാക്കാം. മെസ്സേജുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങളുടെ ഉള്ളടക്കം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക. പരമാവധി മെസ്സേജിനൊപ്പം വരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധിപൂർവമായ വിവേകപൂർവമായ കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ഉപഭോക്താക്കൾ ട്രാപ്പിൽപ്പെടാതിരിക്കുക എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.